Well, the world over, the Christians are celebrating Palm Sunday. ലോകമെമ്പാടും ക്രിസ്തീയ ആൾക്കാർ ഹോശാന ഞായറാഴ്ച ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. And this week, we are going to celebrate the Passion Week. എന്നിട്ട് ഈ ആഴ്ച ഈ വരുന്ന ആഴ്ച നമ്മൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ആഴ്ചയായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. In traditional churches, these are the times when people, they go through the time of Lent. They look at various passages which speak about the sufferings of Jesus. അപ്പോൾ സാധാരണ സഭകളിലൊക്കെ ഈ ഒരാഴ്ച അവർ ലെൻറ്റ് ആഘോഷിക്കുന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ പല വാക്യങ്ങൾ എടുത്ത് അവർ പഠിക്കുന്നു. It is true that at any time of the year we can go through those things. ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ വേദഭാഗങ്ങളിൽ കൂടെ നമുക്ക് നമ്മുടെ ഒരു വർഷത്തെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. But I think it is beneficial for us to look through some of those passages and think about what Jesus went through during those times. പക്ഷേ ഈ ഒരു സമയത്ത് ഈ വേദഭാഗങ്ങളിൽ കൂടെ പ്രത്യേകമായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമുക്ക് പ്രയോജനമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So today and the coming week, I want to speak about the passion of Jesus. അപ്പോൾ ഇന്ന് ഈ ഞായറാഴ്ചയും വരുന്ന ഞായറാഴ്ചയും ഞാൻ നിങ്ങളോട് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. The English word passion is slightly confusing. Passion means some of you may think he is passionate about something, but this passion is the suffering of Jesus. അപ്പോൾ ഇംഗ്ലീഷിൽ പാഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. അതായത് ഒരാളുടെ വളരെ തീവ്രത എന്നുള്ള കാണിക്കുന്ന ഒരു വാക്കാണ്. പക്ഷേ പാഷൻ എന്ന് പറയുമ്പോൾ കഷ്ടാനുഭവങ്ങൾ എന്നൊരു അർത്ഥം കൂടിയുണ്ട്. Now, I want to speak about the passion of Jesus to learn from his response during those times. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ആ സമയങ്ങളിൽ യേശുവിൻ്റെ പ്രതികരണങ്ങൾ എന്തുവായിരുന്നു, അതിൽ കൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Now, some of us, the only thing we think about Jesus suffering is, oh, he suffered so that I don't have to suffer. പലപ്പോഴും നമ്മളിങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഓ യേശു കഷ്ടം സഹിച്ചു, അതുകൊണ്ട് ഇനി എനിക്ക് കഷ്ടം സഹിക്കേണ്ട ആവശ്യമില്ല. So if you go by that understanding, അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സിലാക്കലിൽ നമ്മൾ നടക്കുവാണെങ്കിൽ, then okay, he suffered, that's over. Now why to think about that, because it has no relevance to me, because he has suffered so that I don't need to go through any of those suffering, and so that's over. അപ്പോൾ ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഓ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ അതിനിപ്പോൾ ഞാൻ വേണം, അത് കഴിഞ്ഞു പോയല്ലോ, എനിക്കിനിയും അതുകൊണ്ട് ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല, അതൊക്കെ തീർന്നു, ഇനിയും എന്തുവാണ്. So if we have such an understanding and such a theology, then the gospel narratives of the passion will make no sense to us. Only the epistles of Paul and other epistles will make sense. Oh, he died on the cross, now I am a new creation, I am justified. So we will be happy with those aspects, but we will not pay attention to the narratives of what Jesus went through, how he went through, etc. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സിലാക്കൽ നമുക്കുണ്ടെങ്കിൽ ഈ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് വിവരിച്ച് പറയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാകുകയില്ല. നമ്മൾ വിചാരിക്കുന്നു, ഓ പൗലോസിൻ്റെ ആ ഒരു എഴുത്തുകളിൽ കൂടി യേശു കഷ്ടത അനുഭവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി, ഞാനും കർത്താവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള മനസ്സിലാക്കൽ മാത്രമേ വരികയുള്ളൂ. So quickly let me take you to 1 Peter chapter 2 verse 21. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ നിങ്ങളെ 1 പത്രോസ് 2-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. Again, I am starting from the middle of a passage, so you have to understand here Apostle Peter is speaking to various groups of people about how they need to live, and he's talking to the servants, and then he says in verse 21, for you have been called for this purpose, since Christ also suffered for you, leaving you an example for you to follow in his steps. അപ്പോൾ ഞാൻ ഒരു വാക്യം മാത്രം എടുത്തു പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഈ പത്രോസ് പല വിശ്വാസികളോട് പല കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. Leaving you an example.
നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. So, Jesus Christ, even in his suffering, he suffered for our sins, that's there. But he also suffered living as an example for us to follow in his steps. അപ്പോൾ ഇത് സത്യമാണ്, യേശു ക്രിസ്തു സഹിച്ചു, കഷ്ടം സഹിച്ചു, അതുകൊണ്ട് അത് നമ്മൾക്ക് ജീവൻ ലഭിച്ചു. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. Dear brothers and sisters, we are going through tough times. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ പ്രയാസമുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. People, especially in North India, are going through a lot of persecution. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ പല പീഡനത്തിൽ കൂടിയാണ് വിശ്വാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. Many other people are going through a lot of other problems. മറ്റു പലര് വേറെ പല രീതിയിലുള്ള കഷ്ടതയിൽ കൂടെയാണ് How should we കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. respond? നമ്മുടെ പ്രതികരണം How എന്തായിരിക്കണം? should we react? നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? We have the example of Jesus Christ. നമ്മൾക്ക് യേശു ക്രിസ്തുവിന്റെ ഒരു മാതൃക കയ്യിലുണ്ട്. So today I am inviting you to come with me on a journey. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ ഒരു യാത്രയിലേക്ക് എൻ്റെ കൂടെ വരുവാൻ വേണ്ടി ഞാൻ And വിളിക്കുന്നു. in this journey, I will take you through things which you already know. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യത്തിലേക്ക് കൂടിയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. But I want you to look at it through how did Jesus react? What was he doing? Let's focus on Jesus. അപ്പോൾ ഈ യാത്രയിലൂടെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, യേശു എങ്ങനെ പ്രതികരിച്ചു, ഇതിൽ കൂടെ കടന്നുപോയപ്പോൾ യേശു എന്ത് ചെയ്തു എന്ന് നിങ്ങൾ So ശ്രദ്ധിക്കുക. I have chosen Matthew chapter 26 for this purpose. അതിനുവേണ്ടി ഞാൻ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായമാണ് തിരഞ്ഞെടുത്തത്. Long chapter. ഇതൊരു നീണ്ട ഒരു അധ്യായമാണ്. Lots of happenings. അതിൻ്റെ അകത്ത് വളരെയധികം സംഭവ വികാസങ്ങളുണ്ട്. Lots of things to talk about. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയപ്പെടുന്നുണ്ട്. Lots of characters. വളരെ പല വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. But I want to limit myself to 4 things. പക്ഷേ ഞാൻ വെറും 4 കാര്യങ്ങൾ മാത്രമായിരിക്കും പറയാൻ I പോകുന്നത്. will take a little bit of chapter 27 also. I want to limit myself to 4 things. മത്തായി 27-ാമത്തെ അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഞാൻ പറയും. പക്ഷേ ആകെ തുകയായിട്ട് ഞാൻ വെറും 4 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. First, I will talk about Gethsemane. ആദ്യമായിട്ട് ഞാൻ ഗെത്സമനെ കുറിച്ചായിരിക്കും പറയുന്നത്. Then I will talk about the betrayal. അതിന് ഊറ്റിക്കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. Then I will talk about the trials which they conducted on Jesus and what was his response during that. അപ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി അവർ നടത്തിയ വിചാരണകൾ എന്തൊക്കെയായിരുന്നു, അവിടെ വെച്ച് യേശുവിൻ്റെ പ്രതികരണങ്ങൾ എന്തുവായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയും. And fourthly, I will talk about the response of Jesus to the mockings that he went through. 4-മതായിട്ട് യേശു സഹിച്ച നിന്ദയിൽ യേശുവിൻ്റെ പ്രതികരണങ്ങൾ എന്തുവായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. So I hope you are ready. Yes? നിങ്ങൾ തയ്യാറായിരിക്കും എന്ന് Just ഞാൻ show me your വിശ്വസിക്കുന്നു. hands, those who നിങ്ങളുടെ are ready. കൈകളെ ഒന്ന് ഉയർത്താമോ? Yes, praise God. Yeah. Hallelujah. ഹല്ലേലൂയ. Now, as we look at Matthew's reports, മത്തായിയുടെ വിവരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ we realize that Jesus was not just a helpless victim, നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്ന ഇതാണ്, യേശു അവിടെ ഒരു നിസ്സഹായനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ടല്ലായിരുന്നു. It's not that we all say, yo, Pav, well, poor man, all this happened to him. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നാൻ വഴിയില്ല, അയ്യോ പാവം മനുഷ്യൻ, എന്തൊക്കെയായിരുന്നു അദ്ദേഹം സഹിച്ചത്. Because Matthew 26 verse 2, എന്തെന്ന് വെച്ചാൽ മത്തായി 26-ന്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ that Jesus says to his disciples, യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് പറയുന്നത്, you know that after 2 days the Passover is coming and the Son of Man is to be handed over for crucifixion. 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. This NASB is not available in this. Please put NASB. It's a very version. So here we see in verse 2, അപ്പോൾ ഇവിടെ നമ്മൾ 2-ാം that വാക്യത്തിൽ കാണുന്നത്, Jesus Christ, it's not that everything happened to him and he didn't know anything that's going to happen. He knew Passover is coming.
that, of course, everybody would have known. But during the Passover, Jesus Christ was going to be handed over for crucifixion. So Jesus knew, first of all, that he is going to be handed over, and the time and the manner. അപ്പോൾ ഈ മത്തായി 26 രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഇതാണ്, പെട്ടെന്ന് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് യേശു അറിയാതെ തന്നെ ഇതെല്ലാം സംഭവിച്ചു എന്നല്ല. അവിടെ യേശുവിനറിയായിരുന്നു പെസഹ അടുത്ത് വരുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് അന്ന് മനുഷ്യപുത്രനെ അവർ ഏൽപ്പിക്കും, ക്രൂശിക്കും എന്നൊക്കെ അവൻ അറിഞ്ഞിരുന്നു. Not only this, you see from verse 6 we see that in the home of Simon the leper, a woman came with costly perfume and anointed him. ഇത് മാത്രമല്ല, നമ്മൾ 6ഉം 7ഉം വാക്യങ്ങൾ നോക്കുമ്പോൾ യേശു ബഥനിയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം കൊണ്ടുവന്നു അവന്റെ കാൽ കീഴിൽ ഒഴിച്ചു. Many people told her, why you wasted so much perfume, so much money. അപ്പോൾ പലരും അവളോട് ഇങ്ങനെയാണ് ചോദിച്ചത്, നീ എന്തിനാണ് ഇത്രയും പണം അങ്ങ് വേസ്റ്റ് ചെയ്ത് കളഞ്ഞത്? What did Jesus say? അപ്പോൾ യേശു എന്തുവാണ് പറഞ്ഞത്? Verse 11 and 12. 11ഉം 12ാമത്തെ വാക്യം. You see, you always have the poor with you, but you do not always have me, because I am going to die. So, for when she poured this perfume on my body, she did it to prepare me for burial. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലതാനും. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്യുന്നതാകുന്നു. Please note the significance of this. ഇതിൻ്റെ ഒരു മഹാത്മ്യം എന്തുവാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. Jesus is around 34 years old. He is not old age that now anytime he will die. I mean, this is not the time for his dying. യേശു 33-34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഒരു പ്രായമുള്ള മരിക്കാറായിട്ടുള്ള ഒരു വ്യക്തി പോലും അല്ലായിരുന്നു. ഈ ഒരു ഈ പ്രായം എന്ന് പറയുന്നത് മരിക്കാനുള്ള ഒരു സമയമല്ല. And even if he was going to die, this woman could have anointed him for burial afterwards. After his death. യേശു ഇനി മരിക്കാൻ പോവാണെന്ന് നമുക്ക് ചിന്തിക്കാം. അന്നേരം പോലും ഈ സ്ത്രീ യേശുവിന്റെ മരണത്തിന് ശേഷമാണല്ലോ ഈ തൈലം പുരട്ടേണ്ടത്. But please note, those who are crucified as criminals, they don't get this chance. Nobody gets a chance to anoint them for burial, because they are criminals. They are crucified. Okay? So here Jesus is knowing that he is going to die by crucifixion, and others are not going to get a chance for anointing before burial. And this lady, hallelujah, we don't know whether she knew, she did not know, whatever her act of devotion was, in effect, she was anointing him for his burial. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ട ഇതാണ്, അന്നത്തെ കാലത്ത് ഒരു വ്യക്തിയെ ക്രൂശിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരു കുറ്റവാളിയായിരിക്കണം. കുറ്റവാളികളെ ക്രൂശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവരെ തൈലം പൂശാനുള്ള അവസരം കിട്ടുകയില്ല. പക്ഷേ ഈ ഒരു സ്ത്രീ എങ്ങനെയോ, അവൾക്കറിയാമായിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ അവള് ഈ തൈലം വന്ന് പൂശിയപ്പോൾ യേശു ക്രിസ്തു അതിനെ മാനിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, അവൾ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന്. Now even you see, when Jesus was having Passover with his disciples, യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പെസഹ ആചരിച്ചപ്പോഴും Jesus clearly told, one of you will betray me. യേശു ക്രിസ്തു വ്യക്തമായിട്ട് അവരോട് പറഞ്ഞത് ഇതാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഉറ്റിക്കൊടുക്കും. And he was not even confused regarding who was going to betray. He said he knew that it was Judas who was going to betray him. ആരാണ് ഊറ്റിക്കൊടുക്കുന്നത് എന്ന് ഒരു ആശയക്കുഴപ്പം പോലും യേശു ക്രിസ്തുവിന് ഇല്ലായിരുന്നു. യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞത് ഇതാണ്, യൂദ ആണ് എന്നെ ഊറ്റിക്കൊടുക്കാൻ പോകുന്നത്. You see, so then he not only knew that in verse 31, 31ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ഇങ്ങനെ Jesus പറയുന്നു, said to them, you will all fall away because of me this night. യേശു ക്രിസ്തു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും. He knew that all the disciples would leave him. യേശു ക്രിസ്തുവിന് അറിയായിരുന്നു ഈ അവന്റെ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ടുകളയും എന്ന്. And not only did Jesus know all this, verse 32, but after I have been raised, I will go ahead of you to Galilee. യേശു ക്രിസ്തുവിന് ഇത് മാത്രമല്ലായിരുന്നു അറിയാവുന്നത്,
32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. Now, what is the significance? അപ്പൊ അതിന്റെ എന്തുവാണ് പ്രാധാന്യം? Significance is now he is in Jerusalem. ഇപ്പോൾ യേശുക്രിസ്തു യെരുശലേമിലാണ്. Jerusalem is in south. യെരുശലേം എന്ന് പറയുന്നത് തെക്കൻ ഭാഗത്താണ്. And Galilee is in north. ഗലീല എന്ന് പറയുന്നത് വടക്കൻ ഭാഗത്താണ്. All of Jesus' disciples except Judas was from Galilee. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരില് 11 പേരും ഗലീലയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. And Jesus knew that after they are scattered, they will go back to their home place. യേശുക്രിസ്തുവിന് അറിയായിരുന്നു അവര് ചിതറിപ്പോയി കഴിഞ്ഞിട്ട് അവരവരുടെ സ്വന്തം നാട്ടിലേക്ക് അങ്ങ് തിരികെ പോകും എന്ന്. But Jesus is telling, before you reach there, I will go there. പക്ഷെ യേശുക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഗലീലയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ എത്തും എന്ന്. He knew that Peter would deny him 3 times. യേശുക്രിസ്തുവിന് അറിയായിരുന്നു പത്രോസ് അവനെ 3 പ്രാവശ്യം തള്ളിപ്പറയും എന്ന്. You see, now after we know all this, ഇതെല്ലാം നമ്മൾ അറിയുവാണെങ്കിൽ, I used to think Jesus already knew the end in the sense that he will be raised again. So what's the big deal? അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്, ഓ യേശുവിന് എന്തായാലും അറിയാം അവസാനം എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്ന്, അതുകൊണ്ട് യേശുവിന് ഈ കഷ്ടതയിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നതിന് പ്രശ്നമില്ലായിരുന്നു. Really? അതെയോ? ശരിക്കും? How the Lord helped me to understand this verse. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എങ്ങനെയാ സഹായിച്ചതെന്ന് വെച്ചാൽ, You see, how many of us like to go through all this, some medical procedures? നമ്മളിൽ എത്ര പേർക്ക് ഈ മെഡിക്കൽ പരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ശസ്ത്രക്രിയ, അതിൽ കൂടെ കടന്നു പോകാൻ എത്ര പേർക്ക് ഇഷ്ടമാണ്? Even if you know that after the surgery, after the colonoscopy, after all this, you will be finally fine, still do you want to go through it? നിങ്ങൾക്കറിയായിരിക്കും ഈ ഒരു ശസ്ത്രക്രിയക്ക് ശേഷം അല്ലെങ്കിൽ ഈ ഒരു കൊളോണോസ്കോപ്പിക്ക് ശേഷം എല്ലാം ശരിയായിരിക്കും, എന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ കൂടെ കടന്നു പോകാൻ ഇഷ്ടമാണോ? Suppose somebody prophesies, don't worry Sujit, everything will be all right. The only thing is you will have to go through all of this. You will have to go through pain, you will have to go to that and this. Finally you will be all right. So will you be happy? ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ പ്രവചിച്ച് പറയുക, ഓ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേദന കാണും, ഇന്ന പ്രശ്നം കാണും, ആ പ്രശ്നം കാണും, പക്ഷെ വിഷമിക്കുകയേ വേണ്ട, ഭയപ്പെടുകയേ വേണ്ട, അവസാനം നിങ്ങളെല്ലാം ശരിയാകും. And then to think of the fact that Jesus had to go through those crucifixion not for anything that he has done, but for all that we have done. എന്നിട്ട് ഒന്ന് ഓർത്ത് നോക്കിക്കേ, യേശു ക്രിസ്തു ഈ കടന്നു പോകുന്ന കഷ്ടാനുഭവങ്ങളെല്ലാം യേശുവിന് എന്തോ നേടാൻ വേണ്ടിയോ കിട്ടാൻ വേണ്ടിയോ അല്ല, ഇത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാ എന്നുകൂടി ഓർക്കുമ്പോൾ യേശുവിന് അതിൽ കൂടെ കടന്നു പോകാൻ തോന്നുമോ? So after this introduction, let me go to the first incident, and that is which I want to focus, and that's Gethsemane. അപ്പോൾ ഈ ഒരു മുഖവുരയ്ക്ക് ശേഷം ഞാൻ ആദ്യത്തെ ഒരു സംഭവത്തിലേക്ക് കടക്കാൻ പോവാണ്, അതാണ് ഗെത്സമനെ. Let's read from verse 36. 36-ാമത്തെ വാക്യം നമുക്ക് And we വായിക്കാം. want to focus on Jesus, okay? നമ്മൾ യേശുവിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. Okay. മത്തായി 26:36. അനന്തരം യേശു അവരുമായി ഗെത്സമനെ എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. Okay, can you continue verse 37? 38. 37-ാമത്തെ വാക്യം മുതൽ നമുക്ക് വീണ്ടും വായിക്കാം. പത്രോസിനെയും സെബെദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ള മരണവേദന പോലെ ദുഃഖിതനായിട്ടിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിഴ്ന്നു വീണു. പിതാവേ. That's it. Here we are given a glimpse into what's going through Jesus. യേശുവിൻ്റെ മനസ്സിൽ കൂടെയും ഹൃദയത്തിൽ കൂടെ എന്തോ കടന്നു പോകുന്നത് എന്നുള്ളൊരു ചെറിയൊരു കാഴ്ച നമുക്ക് കിട്ടുവാണ് ഇവിടെ. Jesus Christ very clearly knew what he came on earth for. യേശു ക്രിസ്തുവിന് വ്യക്തമായിട്ട് അറിയായിരുന്നു യേശു ഈ ഭൂമിയിലേക്ക് എന്തിനാണ് വന്നത് എന്ന്. He said, I came not to be served but to serve and give my life as a ransom for many. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്
സേവ കിട്ടാൻ വേണ്ടിയല്ല, മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയാണ്, എൻ്റെ ജീവൻ അനേകർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് യേശുവിന് വ്യക്തമായിട്ട് അറിയായിരുന്നു. And he said, shall I not go through this baptism? എന്നിട്ട് യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ഒരു സ്നാനത്തിലേക്ക് ഞാൻ കടന്നു പോകണ്ടയോ? It is for this very reason that I came to അതിനു the earth for. വേണ്ടിയാണല്ലോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. No, despite he knowing all this, യേശു ക്രിസ്തുവിന് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും still now he realized that it is very near. എന്നിട്ടും യേശുവിന് ഇപ്പം മനസ്സിലാകുന്നുണ്ട് ആ ഒരു സമയം വളരെ അടുത്തിരിക്കുന്നു. He began to be grieved and distressed. ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യേശു ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി എന്ന്. Verse 38 says, my soul is deeply grieved to the point of death. 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിട്ടിരിക്കുന്നു. See, when Jesus was going through such a deep pain, യേശു ക്രിസ്തു ഇത്രയധികം വേദനയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ what did he do? യേശു എന്തുവാണ് ചെയ്തത്? He prayed. യേശു പ്രാർത്ഥിച്ചു. Hallelujah. ഹല്ലേലൂയ. We can learn from that. നമുക്ക് അതിൽ കൂടെ ചിലത് പഠിക്കാനുണ്ട്. He went and prayed. യേശു ക്രിസ്തു പോയി പ്രാർത്ഥിച്ചു. And we see the humanity of Jesus here. He was completely divine and completely human at the same time. യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു മനുഷ്യത്വം അവിടെ നമ്മൾ കാണുന്നുണ്ട്. യേശു പൂർണ്ണമായിട്ടും ദൈവവും പൂർണ്ണമായിട്ടും മനുഷ്യനുമായിരുന്നു. And so he called, you see, when we go through pain, it is good that there are some people with us. So he called his 3 disciples and said, pray with me. യേശു ക്രിസ്തു എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിപ്പീൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ചിലർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. And then he fell on his face, he humbled himself and he prayed. എന്നിട്ട് 39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിഴ്ന്നു വീണു, അവൻ തന്നെത്താൻ താഴ്ത്തി അവൻ And പ്രാർത്ഥിച്ചു. he prayed, my Father. He prayed, my Father. എന്നിട്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, if it be possible. കഴിയും എങ്കിൽ. That's a very good word. അതൊരു നല്ല പദമാണ്. I believe he was praying, if it be possible, anyway your will has to be done. And I want to do your will. But you want to do the will through this way. But if it be possible that your will be done, let this cup pass away from me. പിതാവേ, എന്തായാലും അങ്ങയുടെ ഹിതം നടക്കണം. അങ്ങയുടെ ഹിതം അങ്ങ് ഈ രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ കഴിയുമെങ്കിൽ വേറൊരു രീതിയിൽ കൂടി അത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത്. Let this cup pass away. ഈ പാനപാത്രം എന്നിൽ നിന്നും അങ്ങ് നീങ്ങിപ്പോകട്ടെ. One person asked me, what is the meaning of this word cup? ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഈ പാനപാത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാണ്? We get the context from the Old Testament. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. I don't want to go there, but you can note it down. Jeremiah chapter 25, verses 15 and 17. ഞാൻ അവിടോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ അത് എഴുതിയെടുത്തേക്കാം. യിരെമ്യാവ് 25-ാമത്തെ അധ്യായത്തിൻ്റെ 15ഉം 17-ാമത്തെ വാക്യങ്ങൾ. And not only there, in the book of Isaiah, in Psalms, we understand that usually the word cup is used to show the wrath of God. യിരെമ്യായിൽ മാത്രമല്ല, യെശയ്യാവിലും സങ്കീർത്തനങ്ങളിലും ഒക്കെ ഈ ഒരു വാക്യം, പാനപാത്രം എന്ന് പറയുന്ന വാക്യം ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കോപം എന്നാണ്. So Jesus knew that he was going to face the wrath of God and going to be separated from him because of the wrath of God for the sins of the whole world. യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു അവൻ ദൈവത്തിൻ്റെ കോപം അനുഭവിക്കാൻ പോവുകയാണ്, ദൈവത്തിൽ നിന്നും അകന്ന് പോകാൻ പോവുകയാണ്. ഇത് അവന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ, ലോകത്തിലുള്ള മനുഷ്യർ രാശിയുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഇത് അനുഭവിക്കാൻ പോകുന്നത് എന്ന് യേശുവിന് അറിയായിരുന്നു. And then he prayed a prayer which is such a wonderful prayer, you see. എന്നിട്ട് യേശു ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു. He said,
Yet, not as I will, but as you will. ഇങ്ങനെയാണ് യേശു പ്രാർത്ഥിച്ചത്. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. One man of God put it very wonderfully. He said, in the Garden of Eden, Adam said, my will, not your will. But in the Garden of Gethsemane, the second Adam, Jesus said, not my will, but your will. ഒരു ദേവദാസൻ വളരെ മനോഹരമായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഇഷ്ടം നടക്കട്ടെ, അങ്ങയുടെ ഇഷ്ടം നടക്കരുത്. പക്ഷേ ഗെത്സമനത്തോട്ടത്തിൽ രണ്ടാം ആദമായ യേശു ക്രിസ്തു ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, എൻ്റെ ഇഷ്ടം വേണ്ട, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. Hallelujah. 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 And what example, whose example are we going to follow? നിങ്ങൾ ആരുടെ മാതൃകയാണ് പിൻഗമിക്കാൻ പോകുന്നത്? Are you going to follow the example of Adam or the example of Jesus? നിങ്ങൾ ആദമിന്റെ മാതൃകയാണോ പിൻഗമിക്കാൻ പോകുന്നത്, അതോ യേശുവിന്റെ മാതൃകയാണോ പിൻഗമിക്കാൻ പോകുന്നത്? Now, sure enough, the disciples, they felt very sleepy at the wrong time. I mean, that's not the time to sleep. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ശിഷ്യന്മാർക്ക് വളരെയധികം ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇത് ഉറക്കം വരാനുള്ളൊരു സമയമല്ലായിരുന്നു. It's written, their eyes were heavy. They just, could not keep their eyes open. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർക്കങ്ങ് ഉറക്കം വന്നിട്ട് അവരുടെ കണ്ണങ്ങ് തുറന്ന് പിടിക്കാൻ പോലും ബുദ്ധിമുട്ടുമായിരുന്നു. You see, usually I understand things about Jesus when I compare Jesus with myself. പല പ്രാവശ്യം ഞാൻ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഞാൻ എന്നെ യേശുവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ്. If I was in the situation, usually I would have said, come on, I am in such a problem, and you people of all people, I have chosen you three to be with me, and you are sleeping. What is this? അപ്പോൾ ഞാൻ ആ സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, എന്തുവായി കാണിക്കുന്ന നിങ്ങൾ പല ആൾക്കാരിൽ നിന്ന് നിങ്ങൾ 3 പേരെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. എൻ്റെ കഷ്ടതയിൽ വെച്ച് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നിട്ട് നിങ്ങൾ എന്തുവായി കാട്ടിക്കൂട്ടുന്നത്? Most likely in Malayalam I would have said, കഷ്ടമുണ്ട് കേട്ടോ, കഷ്ടമുണ്ട്. And in Malayalam I would have said, too bad, very bad. I don't see the Jesus speaking in that spirit. ഞാൻ നോക്കുമ്പോൾ യേശു ക്രിസ്തു അങ്ങനെ ഒരു ഭാവത്തോടെ അല്ലായിരുന്നു അവരോട് സംസാരിച്ചത്. Comes in a person who is filled with self-pity. അങ്ങനത്തെ ഒരു ഭാവത്തോടെ ഒരു വ്യക്തി പറയണമെങ്കിൽ ആ വ്യക്തി സ്വയ സഹതാപത്തിലായിരിക്കുമ്പോഴാണ്. On the other hand, verse 41, verse 41, you'll be surprised to see Jesus said, watch and pray so that you would not enter in temptation. He is not saying you watch and pray for me, I'm going to fall English. You pray for yourselves. Even at that time, Jesus was concerned about them. Praise God. 41-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. അതായത് ഞാൻ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നല്ല പറഞ്ഞത്. ആ ശിഷ്യന്മാരോടുള്ള കരുതൽ കൊണ്ട് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. Because Jesus knew that they had a willing spirit. They wanted to follow. But their flesh, their physical weakness, would cause them not to finally do what they desire. യേശു ക്രിസ്തുവിന് അറിയായിരുന്നു അവരുടെ ഹൃദയം, അവരുടെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, പക്ഷെ അവരുടെ ജഡമോ ബലഹീനമായതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്ന്. Why do you think Jesus prayed 3 times? യേശു ക്രിസ്തു എന്തിനായിരിക്കും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചത്? Well, sometimes when things are so bad, you have to pray more than once. You have to
pray again and again for you to be strengthened and you to be clear. ചിലപ്പോൾ സാഹചര്യങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അത് പോരായിരിക്കും. ചിലപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരും. But after the third time, പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ we see Jesus is ready now. യേശു ക്രിസ്തു തയ്യാറുള്ളവനാണെന്ന് നമ്മൾ He said മനസ്സിലാക്കുന്നു. to the disciples, are you sleeping? എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങുവാണോ? Verse 45. 45-ാമത്തെ വാക്യത്തിൽ Then he came to the disciples and said to them, are you still sleeping and resting? Behold, the hour is at hand, and Son of Man is being betrayed into hands of sinners. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ അവൻ വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ, നാഴിക അടുത്തിരിക്കുന്നു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, എഴുന്നേൽപ്പീൻ, നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുവാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. Dear brothers and sisters, Luke gives some additional detail that in Gethsemane when he was praying, his sweat was like blood. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ഗെത്സമന തോട്ടത്തിലെ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസും കൂടെ ലൂക്കോസ് തരുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യേശു പ്രാർത്ഥിച്ചപ്പോൾ രക്തം വിയർപ്പായിട്ട് പുറത്തിറങ്ങി വന്നു. And there we also read that the angels came and strengthened him. എന്നിട്ട് നമ്മൾ ഇങ്ങനെയും വായിക്കുന്നുണ്ട്, സ്വർഗദൂതന്മാർ വന്ന് യേശുവിനെ ബലപ്പെടുത്തി എന്ന്. Oh, we can learn from that also. അതിൽ കൂടെ നമുക്ക് ചില കാര്യങ്ങൾ When we go പഠിക്കാനുണ്ട്. through trouble, നമ്മൾ കഷ്ടതയിൽ കൂടെ when കടന്നു we go പോകുമ്പോൾ, through persecution, നമ്മൾ പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, when at that time when we go before the Lord, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു we വരുമ്പോൾ, pour out our heart to him, നമ്മുടെ ഹൃദയം അവന്റെ മുമ്പാകെ പകർന്നു വെക്കുമ്പോൾ, God can send the angels to strengthen us. ദൈവം സ്വർഗദൂതന്മാരെ അയച്ച് നമ്മളെ ബലപ്പെടുത്തും. Hallelujah. ഹല്ലേലൂയ. Praise God. Now, to the second point of what I wanted to focus today. ഇന്നത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, The betrayal. ഊറ്റിക്കൊടുക്കൽ. Verse 47. 47-ാമത്തെ വാക്യം. While he was still speaking, behold, Judas, one of the 12, he came up accompanied by a large crowd with swords and clubs, who came from the chief priests and elders of the people. അവൻ സംസാരിക്കുമ്പോൾ തന്നെ 12 ഒരുത്തനായ യൂദായും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു. You see, sometimes we don't get the seriousness of it. ചിലപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് From Sunday school we know Judas betrayed Jesus. സൺഡേ സ്കൂൾ തൊട്ടേ നമുക്കറിയാം യൂദാ യേശുവിനെ ഒറ്റിക്കൊടുത്തു. But think for a moment. പക്ഷെ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, What? Who is this? Who is leading this group? അയ്യോ, ഈ ഒരു പുരുഷാരത്തിന്റെ നേതാവായിട്ട് ആരാണ് മുന്നിലോട്ട് വരുന്നത്? Isn't this one of the 12? അയ്യോ, 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദ അല്ലേ ഇത്? Isn't this the same Judas who was with Jesus for 3.5 years? 3.5 വർഷത്തോളം യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്നിരുന്ന യൂദ അല്ലേ ഈ മുമ്പിൽ നിൽക്കുന്ന ആള്? Isn't this the same Judas whom Jesus taught many things and who heard all his sermons? യേശു ക്രിസ്തു പഠിപ്പിച്ച യേശു ക്രിസ്തുവിന്റെ എല്ലാ പ്രസംഗങ്ങളും കേട്ട് പഠിച്ച അതേ യൂദ അല്ലേ ഈ മുന്നിൽ പുരുഷാരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മുൻപന്തിയിൽ നിൽക്കുന്നത്? Oh, isn't this the same Judas who was sent to heal the sick, cleanse the lepers, cast out demons? അയ്യോ, രോഗികളെ സൗഖ്യമാക്കാനും കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്താനും ദുഷ്ടാത്മാക്കളെ പുറത്താക്കാനും വേണ്ടി അയക്കപ്പെട്ട ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്ന യൂദ അല്ലേ ഈ നിൽക്കുന്നത്? Oh, isn't this the same Judas who was given the responsibility to handle the finances? പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട യൂദ അല്ലേ ഈ നിൽക്കുന്നത്? What happened to you, Judas? അയ്യോ യൂദായെ, നിനക്ക് എന്ത് സംഭവിച്ചു? You have joined the enemies of Jesus. യേശു ക്രിസ്തുവിന്റെ ശത്രുക്കളുടെ ആ കൂട്ടത്തിൽ നീയും ചേർന്നോ യൂദായെ? If you had some problems, couldn't you have clarified it with Jesus Christ? നിനക്ക് എന്തുവേലും യേശു ക്രിസ്തുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് സംസാരിച്ച് തീർക്കാൻ പറ്റത്തില്ലായിരുന്നോ നിനക്ക്?
Wouldn't Jesus have answered your confusion? നിന്റെ ആശയക്കുഴപ്പങ്ങളൊക്കെ യേശു ക്രിസ്തു അത് ശരിയാക്കി മറുപടി തന്ന് ശരിയാക്കത്തില്ലായിരുന്നോ? Judas, what caused you to be angry with this man? അല്ലയോ യൂദാസേ, എന്തുകൊണ്ട് നിനക്ക് യേശുവിനോട് ഇത്ര ദേഷ്യമുണ്ട്? This man who never committed any sin, how could you be angry with him? ഒരിക്കലും പാപം ചെയ്താത്ത ഈ ഒരു മനുഷ്യനോട് നിനക്ക് എങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റും? How could you be, okay, you can be angry with him, but you are angry to the point of betraying him into the hands of the enemies. What has happened to you, Judas? ഓ ശരി, നിനക്ക് ദേഷ്യം വന്നു, അത് മനസ്സിലാക്കാം. പക്ഷേ ദേഷ്യം മൂത്ത് അവനെ ശത്രുക്കൾക്ക് ഊറ്റിക്കൊടുക്കാൻ തക്കോണം നീ ആ ഒരു ലെവൽ വരെ താഴ്ന്നു പോയോ യൂദാസേ? Now some of you, at least I used to be confused as to what is this problem? Why did Judas come and kiss and as if rest of them didn't know who Jesus was? ഞാൻ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ യൂദാസ് എന്തിനാ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് വന്നിട്ട് യേശു ക്രിസ്തുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. എന്തോ മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരുന്നോ യേശു ക്രിസ്തു ആരാന്ന്? What was the betrayal that he did actually? യേശു ക്രിസ്തുവിനെ യൂദ ഉറ്റിക്കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തുവായിരുന്നു ശരിക്കും യൂദ ചെയ്തത്? Let me tell you something, though for those who do not know yet. നിങ്ങൾക്ക് അഥവാ അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. You see, by this time Jesus was a mass leader. ഈ ഒരു സമയമായപ്പോഴത്തേക്കും യേശു ക്രിസ്തു അനേകരുടെ ഒരു നേതാവായി മാറിയിരുന്നു. He was popular. അവൻ വളരെ പേരുകേട്ടവനായിരുന്നു. Wherever he went, there were crowds. അവൻ എവിടെ പോയാലും പുരുഷാരം അവന്റെ പുറകെ പോയിരുന്നു. And just very recently on Palm Sunday, the people had welcomed him. Many people, not all people, but many people, the Jews had welcomed him. They thought he was the Messiah. അപ്പോൾ ആ ഒരു ഹോശാന ഞായറാഴ്ച അനേകര് യഹൂദന്മാര് അവനെ സ്വാഗതം ചെയ്തു. എന്തുവെന്ന് വെച്ചാൽ ഇവൻ മശീഹായാണെന്ന് അവര് ചിന്തിച്ചു. But the chief priests and the Pharisees they were envious of Jesus. They wanted to catch him. പക്ഷേ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവർ യേശുവിനോട് അസൂയപ്പെട്ടിട്ട് അവനെ പിടികൂടാൻ വേണ്ടി ശ്രമിച്ചു. Now imagine if someone goes and arrests such a person, the followers of such a person will create all problems, you know. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഇങ്ങനത്തെ ഒരു പേര് കേട്ട വ്യക്തിയെ പോയി അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ വ്യക്തിയെ പിൻഗമിക്കുന്നവര് അവര് രോഷാകുലരാകും. So they needed to know where all Jesus will go, which place he will be there, when there is not too much crowd, when is the right time for them to go and arrest him. If there is some insider who can give that information, it will be useful. അപ്പോൾ അവർക്കറിയേണ്ട ചില കാര്യങ്ങൾ ഇതായിരുന്നു. യേശു ക്രിസ്തു ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകുന്നത്, എപ്പോഴൊക്കെയാണ് പോകുന്നത്, പുരുഷാരം അധികം ഇല്ലാത്ത സമയങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇങ്ങനത്തെ ഈ ചില കാതലായിട്ടുള്ള വിവരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ആ ഉള്ളിലുള്ള ആ ഗ്രൂപ്പിലെ ഒരു വ്യക്തിയിൽ നിന്നും മാത്രമേ ലഭിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. And not only that, you see, nowadays we know how all these famous people look like. Isn't it? അത് മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പേര് കേട്ട ആൾക്കാരെ കണ്ടാൽ അവരുടെ മുഖഛായ എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Why do we know? എന്തുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റുന്നത്? We see the photos. എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഫോട്ടോ കാണുന്നു. But those were not the days of photography. Those were not the days of WhatsApp. Not many people, only those who knew him by face can know. So many Roman soldiers would not have known who this Jesus is. പക്ഷേ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് വാട്സാപ്പോ ഫോട്ടോഗ്രാഫ്സോ ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് ആൾക്കാർ നേരിട്ടൊരു വ്യക്തിയെ കണ്ട് ആ മുഖം ഓർത്തിരിക്കാനേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഈ റോമ പടയാളികൾക്ക് യേശു ക്രിസ്തു ആരാണെന്നും കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നും അവർക്കറിയത്തില്ലായിരുന്നു. Anyway, here Judas comes. എന്തായാലും ശരി, യൂദ ഇങ്ങനെ വരുന്നു. And look at, and as he kissed him, verse 50, what did Jesus say to him? 50-ാമത്തെ വാക്യത്തിൽ യേശുവിനെ യൂദ വന്ന് ചുംബിച്ചപ്പോൾ യേശു ക്രിസ്തു എന്തുവാണ് പറഞ്ഞത്? What would you have called if you were in Jesus' situation? What's the word you would have called? Would you have called him friend? നിങ്ങൾ യേശുവിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾ യൂദായെ എന്ത് വിളിച്ചേനെ? സ്നേഹിത എന്ന് വിളിച്ചേനേമോ? You deceiver, you betrayer. And I don't want to use many more words. ഇനിയും അതിനപ്പുറമായിട്ട് ഞാൻ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
എൻ്റെ വാക്കുകളിൽ ഞാൻ Because പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. this guy has backstabbed him. എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഇവൻ ഒരു കണക്കിന് പറഞ്ഞ പുറവീന്ന് വന്ന് കുത്തിയതുപോലെ അങ്ങനത്തെ ഒരു But ചതിയാണ് Jesus calls ചെയ്തത്. him friend. പക്ഷേ യേശു ക്രിസ്തു അവനെ സ്നേഹിത എന്ന് വിളിക്കുന്നു. It requires a lot of stability in spirit to be able to call somebody as friend who is backstabbing him. നമ്മളെ വന്ന് നേരിട്ട് ചതിക്കുന്ന വ്യക്തിയെ നോക്കി സ്നേഹിത എന്ന് വിളിക്കണമെങ്കിൽ അത് വളരെയധികം പക്വതയും ഹൃദയത്തിൻ്റെ സ്ഥിരതയും നമുക്ക് വേണം. And remember, Jesus was surrounded by a group of people who were loyal to him. എന്നിട്ട് നിങ്ങളൊരു കാര്യം ഓർക്കണം, യേശുവിൻ്റെ ചുറ്റും അവനോട് ആത്മാർത്ഥ സ്നേഹം കാണിക്കുന്ന ചിലർ അവനെ ചുറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. Peter immediately took out his sword. ഉടൻ തന്നെ പത്രോസ് ഒരു വാളെടുത്തു. And one soldier's, I mean, I think he must not have aimed at the ear, but maybe as he went like this, the ear came. അവൻ വാളെടുത്ത് വീശി ഒരു പടയാളിയുടെ ചെവി മുറിച്ചു കളഞ്ഞു. അവൻ ചിലപ്പോൾ ചെവി മുറിക്കാൻ വേണ്ടി അല്ലായിരിക്കും ആ വാൾ വീശിയത്, പക്ഷെ ആ വീശുന്നതിൻ്റെ ആ ഒരു പ്രക്രിയയിൽ ചെവി മുറിഞ്ഞതായിരിക്കും. And we see that how Jesus healed that soldier. എന്നിട്ട് നമ്മൾ കാണുന്ന ആ ഒരു പടയാളിയുടെ ചെവി സൗഖ്യപ്പെടുത്തുന്നു എന്ന് And Jesus said, put your sword back. എന്നിട്ട് യേശു പത്രോസിനോട് പറയുവാണ്, നീ ആ വാള് മാറ്റിവെക്കുക. And look at verse 53. 53-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Do you not think that I can appeal to my Father and he will at once put at my disposal more than 12 legions of angels? എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടായോ എന്ന് തോന്നുന്നു. Please remember, 1 legion means 6,000. ഒരു ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 എന്നാണെന്ന് നിങ്ങൾ ഓർക്കണം. So 12 legions is 12 into 6,000 angels. I mean, it's a number. In other words, Jesus is saying, if I ask my Father, don't you think that I will have so much protection from the angels? അപ്പോൾ 12 ലെഗ്യോൻ എന്ന് പറയുമ്പോൾ 12 ഗുണം 6000. അപ്പോൾ എത്രമാത്രം സ്വർഗ്ഗദൂതന്മാർ വരാൻ പറ്റും എന്ന് യേശുക്രിസ്തു ചോദിക്കുവാണ്. So now the question is, why didn't Jesus ask, Father, send the angels? അപ്പോൾ ചോദ്യം ഇതാണ്, യേശുക്രിസ്തു ഇങ്ങനെ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല, പിതാവേ ഈ അങ്ങയുടെ സ്വർഗ്ഗദൂതന്മാരെ അയക്കണമേ എന്ന്? Next line gives the answer. അടുത്ത വാക്യത്തിൽ നമുക്ക് അതിന് ഉത്തരം കിട്ടുന്നുണ്ട്. How then will the scriptures be fulfilled which say that it must happen this way? എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് യേശു പറഞ്ഞു. Dear brothers and sisters, let me all ask you one thing today. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ഇന്ന് ചോദിക്കട്ടെ. Are you more interested in saving yourselves or in the fulfillment of scriptures? നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുവാണോ അതോ തിരുവെഴുത്ത് പൂർത്തീകരിക്കണം എന്നുള്ള വാഞ്ചയാണോ നിങ്ങൾക്കുള്ളത്? Many people use Bible and the promises of Bible to basically save themselves. That's all. പല വിശ്വാസികളും തിരുവെഴുത്തിൽ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളും തന്നെത്താൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. And people have even made theology that it is God's will to always save me. എന്നിട്ട് ചിലർ ഇങ്ങനത്തെ ഒരു തിയോളജി തന്നെ ഉണ്ടാക്കുന്നു, എപ്പോഴും ദൈവം എന്നെ രക്ഷിക്കണം എന്ന് തന്നെയാണ് ദൈവഹിതം എന്ന് പറയുന്നു. But here Jesus says, how then will the scriptures be fulfilled? പക്ഷേ എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും എന്നാണ് യേശു പറയുന്നത്. I'll give you a small example. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് തരാം. How do you pray for people who are in persecution? I mean, undergoing persecution. പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ? People who hardly care for scriptures, you know how they will pray? തിരുവെഴുത്തിലോട്ട് ശ്രദ്ധിക്കാത്തവർ അവരെങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? Oh Lord, they are in jail. Let all of them be rescued.
let all of them be rescued. ഓ കർത്താവേ, അവരെല്ലാവരും കാരാഗ്രഹത്തിലാണ്, അവരെ എല്ലാവരെയും നീ വിടുവിക്കണമേ. And this would be the same prayer for everybody. എന്നിട്ട് എല്ലാവർക്കും വേണ്ടി ഇതേ പ്രാർത്ഥനയായിരിക്കും അവർ പ്രാർത്ഥിക്കുന്നത്. You tell me, if you have read the scriptures, is God going to answer all that prayer? How can he answer all that prayer? He has said that you will suffer persecution. Many of you will die. You take up the cross. You be willing to die. And some people are going to die. So, how can we not care for the scriptures? Jesus cared. Definitely he cared for himself. He prayed, Lord, if it is possible. So, I am not against praying for people to be released. All I am saying is, we should also care for the scriptures to be fulfilled. There are certain things which God said would happen, and it would happen. It should happen. And we must stand with God for that to happen. അപ്പോൾ നിങ്ങൾ തിരുവെഴുത്തുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രാർത്ഥന, കർത്താവേ അവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ദൈവം ആ പ്രാർത്ഥന കേൾക്കുമോ? തിരുവെഴുത്തിൽ അത് മാത്രമാണോ കൊടുത്തിരിക്കുന്നത്? യേശു ക്രിസ്തു തന്നെ മുന്നമേ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ തീർച്ചയായിട്ടും പീഡനത്തിൽ കൂടെ കടന്നു പോകും, നിങ്ങളിൽ പലരും മരിക്കും എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്തുവാണ്? നിങ്ങളുടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്? അതോ തിരുവെഴുത്തുകൾ പൂർത്തീകരിക്കട്ടെ എന്നാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? Judas betrayed Jesus. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. Now, he took 30 silver pieces. 30 വെള്ളിക്കാശാണ് യൂദ മേടിച്ചത്. It was equivalent to 4 months of wages. 4 months salary. 4 മാസത്തെ ഒരു ശമ്പളത്തിന്റെ ഒരു തുകയായിരുന്നു 30 വെള്ളിക്കാശ്. So on one hand, it was quite a sum, because with that he could buy a piece of land. ഒരു കണക്കിന് നോക്കിയാൽ അതൊരു വലിയൊരു തുകയായിരുന്നു. എന്താന്ന് വെച്ചാൽ ആ പണം വെച്ച് യൂദ ഒരു they bought a piece of land. മറ്റുള്ളവര് ഒരു വസ്തു വാങ്ങി. On the other hand, it was a small amount, because this was the amount for redeeming a slave. Just a slave, you had to. Jesus was just sold for a small amount. Jesus was not a slave, but he was betrayed for the sum of a slave. വേറൊരു വശത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അത് തുച്ഛമായിട്ടുള്ളൊരു തുകയായിരുന്നു. എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു അടിമയെ വാങ്ങാൻ വേണ്ടി ഉള്ള അത്രയും പണമായിരുന്നു ഇത്. യേശു ക്രിസ്തു ഒരു അടിമയല്ലായിരുന്നു, പക്ഷേ യേശു ക്രിസ്തു വെറും 30 വെള്ളിക്കാശിന് വേണ്ടിയാണ് വിൽക്കപ്പെട്ടത്. Let me tell you one more detail which I understood. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ നിങ്ങളോടൊന്ന് പറയട്ടെ. So there were these disciples, they were all sitting and they were having this Passover. അവിടെ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത ശിഷ്യന്മാരെല്ലാവരും ഇരിക്കുമായിരുന്നു. അവർ പെസഹ ആചരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. Jesus said to everybody, one of you will betray me. യേശു ക്രിസ്തു എല്ലാവരോടുമാണ് പറഞ്ഞത്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. It's not a small thing. These 12 were the insiders, and one of these insider is going to betray. So everybody became, what? Who is that person? Who is that person? അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ 12 ശിഷ്യന്മാർ യേശുവിൻ്റെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരായിരുന്നു. ഈ ഏറ്റവും അടുത്തുള്ള ആൾക്കാരിൽ ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ ഇതാരാണ് ഇത് ചെയ്യാൻ പോകുന്നത്? The disciples, in Hindi I can say dimag kharab ho gaya. I mean, they said, they even doubted themselves. They said, is it I? Everybody saying, am I the person? അപ്പോൾ ഈ ശിഷ്യന്മാരാകെ അവർക്ക് അങ്ങോട്ട് ചിന്താക്കുഴപ്പം വരാൻ തുടങ്ങി. അവരെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, അയ്യോ ഞാനാണോ കർത്താവേ എന്നൊക്കെ ചോദിച്ചു. Now Jesus said that it is Judas, but he didn't say it very loudly so that everybody can hear. But John and Judas, they came to know that Jesus knows. യേശു ക്രിസ്തു എന്നിട്ട് അത് വെളിപ്പെടുത്തി, യൂദായാണ് എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത്. പക്ഷേ അത് എല്ലാവരോടും പരസ്യമായിട്ടല്ല പറഞ്ഞത്. തൊട്ടടുത്തിരുന്ന യോഹന്നാനും പിന്നെ യൂദായും അത് കേട്ടു, അത് മനസ്സിലാക്കി. And verse 25, Judas said, surely it is not I, Rabbi. എന്നിട്ട് യൂദ ഇങ്ങനെയാണ് പറയുന്നത്,
അത് ഞാനല്ലായിരിക്കുമല്ലോ റബ്ബായി എന്ന 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു. What is this? He is going to betray and he is trying to show that he doesn't know. അയ്യോ, ഇതെന്തൊരു കാര്യമാണ്! യൂദാ തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന വ്യക്തി ഇങ്ങനെ ചോദിക്കുവാണ്, ഞാനോ റബ്ബി എന്ന്. And please note that he calls Jesus as Rabbi. He didn't, that was just a teacher. That's what everybody would call him. That intimacy with Jesus was not there. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, യൂദായെ യേശുവിനെ റബ്ബി എന്നാണ് വിളിച്ചത്. റബ്ബി എന്നർത്ഥം ടീച്ചർ എന്നാണ്. അങ്ങനെയായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത്. അപ്പോൾ യൂദായ്ക്ക് യേശു ക്രിസ്തുവിനോട് അത്രയും ഒരു അടുപ്പമില്ലായിരുന്നു എന്ന് ഈ ഒരു സംബോധനയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. Jesus so loved Judas. യേശു ക്രിസ്തു യൂദായെ വളരെയധികം സ്നേഹിച്ചു. Verse 24, you see, when we read that English word WOE, woe to that man by whom the Son of Man is betrayed. It would have been better if he was not born. Sometimes we may think it is because Jesus is putting a curse on him. But please understand, the word WOE is not only used as something which is severe on somebody, it is also used, alas, oh, that you are born. You are going to go into so much of problems, Judas. Knowing that, I believe here Jesus was so sad for sake of Judas also. മത്തായി 26-24 വാക്യത്തിൽ യേശുവിൻ്റെ യൂദായിലോടുള്ള സ്നേഹവും കരുണയും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരിക്കുന്നു എങ്കിൽ അവന് കൊള്ളാമായിരുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നിയായിരിക്കാം ഇവിടെ യേശു യൂദായുടെ മുകളിലോട്ടൊരു ശാപം വിളിച്ചു വരുത്തുവാണ്. പക്ഷേ ഇവിടെ ഹാ കഷ്ടം എന്ന് പറയുമ്പോൾ അതൊരു വിലാപത്തിൻ്റെ ഒരു രീതിയിൽ പറയുന്നത് പോലെയാണ്. അയ്യോ, ഇത്രയും യൂദായുടെ അന്ത്യം വളരെ ദുഃഖകരമായി പോകുന്നുവല്ലോ എന്നോർത്ത് ഒരു വിലപിക്കുന്ന ഒരു രീതിയിലുള്ള വാക്കായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്. You see, the case of Judas is such a tragedy. യൂദായുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള അന്ത്യമായിരുന്നു. Actually, most of these Galileans, they were very uneducated and all. But he was from the city. He was from Jerusalem. സത്യം പറഞ്ഞാൽ ഈ ഗലീലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അവർക്ക് അധികം പഠിപ്പൊന്നുമില്ലായിരുന്നു. പക്ഷേ യൂദ അങ്ങനെ അല്ലായിരുന്നു. യൂദ യെരുശലേമിൽ നിന്നുള്ള ആളായിരുന്നു. അത് പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. What might have happened to him? യൂദായ്ക്ക് എന്തുവായിരുന്നായിരിക്കും സംഭവിച്ചത്? We can't fully say, but there are some clues. നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങ് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചില സൂചനകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. He must have been pretty let down by Jesus' approach, because Jesus was not the kind of Messiah which many zealous people wanted. He was not the kind of hero like Judah Maccabees, who would just fight and try to put the Romans out of the picture. And so Jesus was more like, I am here to suffer. What is this kind of this man? So he must have been disappointed by the approach of Jesus. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചില പ്രതീക്ഷകൾ യൂദായ്ക്കുണ്ടായിരുന്നു. യേശു മശിഹ ആണെങ്കിൽ അവൻ ഇന്ന രീതിയിൽ വേണം ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത്. യൂദ മെക്കബീസ് വന്ന് യുദ്ധം ചെയ്ത് പലരെ രക്ഷപ്പെടുത്തിയതുപോലെ ഈ യേശു ക്രിസ്തുവും ഞങ്ങളെ വന്ന് ചില യുദ്ധം ചെയ്ത് ഞങ്ങളെ റോമ സാമ്രാജ്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തും എന്നൊക്കെ യൂദ പ്രതീക്ഷിച്ചു. പക്ഷേ അതേപോലെ അല്ലായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ സമീപനം ഒന്നും. യേശു ക്രിസ്തു കൂടുതലും കഷ്ടത അനുഭവിക്കുന്ന ഒരു ദാസനെ പോലുള്ള സമീപനമായിരുന്നു യേശുവിൻ്റെ. Maybe some of you here also are following Jesus for quite few years. ചിലപ്പോൾ നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ചിലരും യേശു ക്രിസ്തുവിനെ വർഷങ്ങളായിട്ട് പിൻഗമിക്കുന്നുണ്ടായിരിക്കും. Maybe you are hearing all the sermons. ചിലപ്പോൾ നിങ്ങൾ എല്ലാ പ്രസംഗങ്ങളും കേൾക്കുന്നുണ്ടായിരിക്കും. Maybe God has used you to do some miracles also. ചിലപ്പോൾ ദൈവം നിങ്ങളെ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. But deep in your heart, maybe you have an expectation of Jesus which he is not like that.
പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചില പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും. അതേപോലെ യേശു ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് Do you തോന്നിയേക്കാം. know that there are people who are so angry with Jesus because they expected him to do something and he didn't do? നിങ്ങൾക്കറിയാമോ, ചില ആൾക്കാരെ ദൈവത്തോട് ഇത്രമാത്രം ദേഷ്യപ്പെട്ടിരിക്കുവാണെന്ന് വെച്ചാൽ അവർ ചില രീതിയിൽ ദൈവം അവരോട് ഇടപെടും, സമീപിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ നടന്നില്ല. Please, let's go back to 1 Peter chapter 2. I'm about to finish. 1 നമുക്ക് Peter chapter 2. 1 പത്രോസിന്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വീണ്ടും പോകാം. Verse 21. അതിന്റെ 21-ാമത്തെ വാക്യം, 21 to 24. 21 തൊട്ട് 24 വരെ നമുക്ക് വായിക്കാം. For you have been called for this purpose, since Christ also suffered for you, leaving you an example for you to follow in his steps. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. Verse 22, who committed no sin, nor was any deceit found in his mouth. 22-ാമത്തെ വാക്യം, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. Verse 23, and while being reviled, he did not revile in return. While suffering, he uttered no threats, but kept entrusting himself to him who judges righteously. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. And he himself bore our sins in his body on the cross, so that we might die to sin and live to righteousness. For by his wounds you were healed. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Verse 25, for you were continually straying like sheep, but now you have returned to the shepherd and guardian of your souls. 25-ാമത്തെ വാക്യം, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. Years later, Peter is recounting what Jesus did and how Jesus suffered. വർഷങ്ങൾക്ക് ശേഷം പത്രോസ് ഇവിടെ ഓർത്ത് വിവരിച്ച് പറയുവാണ് യേശു ക്രിസ്തു എന്തൊക്കെ ചെയ്തു, യേശു ക്രിസ്തു എന്തിൽ കൂടെയൊക്കെ കടന്നു. I will say more about this passage in the coming week. അടുത്ത ആഴ്ച ഈ ഒരു വേദഭാഗത്തിൽ നിന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. Peter was comparing how when under pressure how Peter behaved and under pressure how Jesus behaved. സമ്മർദ്ദം വന്നപ്പോൾ പത്രോസ് എങ്ങനെ പ്രതികരിച്ചു, യേശു ക്രിസ്തു എങ്ങനെ പ്രതികരിച്ചു എന്ന് പത്രോസ് താരതമ്യപ്പെടുത്തുകയാണ്. And so here Peter is saying, please let us follow the footsteps of Christ. എന്നിട്ട് പത്രോസ് ഇങ്ങനെ പറയുവാണ്, നമുക്ക് യേശുവിൻ്റെ കാൽപാദങ്ങളെ പിൻഗമിക്കാം എന്ന്. Now, in this whole passage, there is one small verse which is there. ഈ ഒരു വേദഭാഗത്തിൽ ഒരു ചെറിയൊരു വാക്യമുണ്ട്. By his wounds you were healed. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Now, how many of you having any knowledge of English or Malayalam language can tell that from verse 21 to 25, is it talking of physical illness? നിങ്ങൾക്ക് നല്ലവണ്ണം മലയാളമോ ഇംഗ്ലീഷോ അറിയാമെങ്കിൽ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഈ ഒരു വേദഭാഗത്തിൽ നമ്മൾ മുന്നിലും പുറവിലും ഒക്കെ നോക്കുമ്പോൾ ഇവിടെ ശാരീരിക അസുഖങ്ങൾ, രോഗങ്ങളെ പറ്റിയാണ് ഇവിടെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വാക്യം പറയുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? He is not talking of physical disease at all. ഇവിടെ രോഗങ്ങളെ പറ്റിയേ അല്ല, ആ ഒരു പശ്ചാത്തലത്തിലല്ല ഈ ഒരു വാക്യം പറയപ്പെടുന്നത്. Without going into more details, all I can say is we can always ask God anything under the sun, but we cannot claim what he has not promised. ഞാൻ കൂടുതൽ വിവരിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒന്ന് പറയട്ടെ. നമുക്ക് ഈ ലോകത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവം പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് ക്ലെയിം ചെയ്ത് അത് എന്തുവാ അവകാശം ചോദിച്ച് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. And there are many people today who are so upset with Jesus for what they believed he should be doing and which he didn't do.
യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഇത് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ യേശു ചെയ്തില്ല എന്ന് പറഞ്ഞ് പലര് ദൈവത്തോട് ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട്. There is one more thing about Judas. യൂദായെക്കുറിച്ച് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. He loved money. അവൻ പണത്തെ സ്നേഹിച്ചിരുന്നു. And that was a secret love of money. അത് രഹസ്യമായിട്ടുള്ളൊരു പാപമായിരുന്നു, പണത്തോടുള്ള സ്നേഹം. Donations used to come for the Jesus ministry. യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പലര് പണം കൊടുത്തിരുന്നു. And some percentage was going to his pocket. അതിലൊരു ചെറിയ ശതമാനം യൂദ തൻ്റെ സ്വന്തം ചെറിയതാണോ വലിയ ശതമാനമാണോ we don't know, but some things he was taking. അതിൻ്റെ ഒരു ശതമാനം യൂദ തൻ്റെ കീശയിലേക്ക് ആക്കുന്നുണ്ടായിരുന്നു. But he was in the ministry. പക്ഷേ യൂദ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. Dear brothers and sisters, it is not a small thing for us to continue in secret sins. പ്രിയമുള്ളവരെ, നമ്മൾ രഹസ്യമായിട്ടുള്ള പാപത്തിൽ തുടരുന്നത് ഒട്ടുമേ ശരിയായിട്ടുള്ള കാര്യമല്ല. Because at one point it is written, now Satan entered him. എന്താന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ പിശാച് യൂദായിൽ പ്രവേശിച്ചു. I am telling to all my dear brothers and sisters. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. If any one of you are continuing in secret sin, you are preparing a place for devil to land. നിങ്ങളിൽ ആരെങ്കിലും രഹസ്യമായിട്ടുള്ള പാപത്തിൽ തുടരുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിശാച് വന്ന് പ്രവേശിക്കാൻ വേണ്ടി നിങ്ങൾ ഇടം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. And you will finally end up doing which you never thought you will do. അതുമാത്രമല്ല, നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. And then Judas, after he betrayed, later he realized, oh, what did I do? I thought I will get some money. And anyway Jesus is going to die. I might as well make some money. But I never thought that he will be so cruelly treated. He will be so unjustly tried. This is too much. I have betrayed innocent blood. എന്നിട്ട് യൂദ വിചാരിച്ചിരുന്നത് കുറച്ച് പണത്തിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുക്കാവുന്നത്. പക്ഷേ യൂദ പ്രതീക്ഷിച്ചതുപോലെ അല്ലായിരുന്നു സംഭവങ്ങൾ മുന്നോട്ട് പോയത്. നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തിയുടെ രക്തം ഞാൻ ചിന്തിയല്ലോ എന്ന് പറഞ്ഞൊരു കുറ്റബോധം യൂദായ്ക്ക് വന്നു. Now he had guilt. Today Pastor Vinod said, you have sinned, you say it before the Lord, and he gave us opportunity. But didn't Judas have the opportunity? Couldn't he have gone and asked forgiveness? But he didn't, and probably he couldn't. യൂദായ്ക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. ഇന്ന് പാസ്റ്റർ വിനോദ് നമ്മളെ ഓർപ്പിച്ചു, നമ്മുടെ കുറ്റബോധത്തിൽ നിന്നുമെല്ലാം ദൈവത്തിൻ്റെ അടുത്ത് പോവാന്നെങ്കിൽ നമുക്ക് അവിടെ രക്ഷയുണ്ട്. പക്ഷേ യൂദായ്ക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ? യൂദ അങ്ങനെ ചെയ്തില്ല. So today in the part 1 of the message, what do we see? ഈ സന്ദേശത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ ഇന്ന് നമ്മൾ എന്തുവാണ് കാണുന്നത്? We see Jesus Christ going through suffering. യേശു ക്രിസ്തു കഷ്ടാനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. He knew that he would go through it. യേശു ക്രിസ്തുവിന് അറിയായിരുന്നു യേശു അതിൽ കൂടെ കടന്നു പോകുമെന്ന്. But yet it was not easy. പക്ഷേ അത് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. But he cried out to his father. പക്ഷേ തൻ്റെ പിതാവിനോട് യേശു നിലവിളിച്ച് അപേക്ഷിച്ചു. And his father strengthened him. തൻ്റെ പിതാവ് അവനെ ബലപ്പെടുത്തി. And Jesus was in a place where he could face suffering. അങ്ങനെ ബലം പ്രാപിച്ച ശേഷം കഷ്ടതകളെ നേരിടുവാൻ വേണ്ടിയുള്ള ബലം പ്രാപിച്ച് യേശു ക്രിസ്തു മുന്നോട്ട് പോയി. Jesus is not shown as some kind of a macho hero. യേശു ക്രിസ്തു ഒരു സൂപ്പർമാൻ പോലത്തെ ഒരു വ്യക്തിയായിട്ടല്ല ഇവിടെ കാണിക്കുന്നത്. No, but here is a person who trusted in his father. ഈ നമ്മൾ കാണുന്നത് യേശു തൻ്റെ പിതാവിൽ ആശ്രയം വെച്ചു എന്നാണ്. And he was, even when he was suffering, he was able to encourage his disciples. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിക്കുവാൻ യേശുവിനെ പറ്റി. He could heal his enemies' ear.
തൻ്റെ ശത്രുവിൻ്റെ ചെവി സൗഖ്യപ്പെടുത്തുവാൻ യേശുവിന് പറ്റി. And next week we are going to see how he conducted himself during the unjust trials, how he conducted himself when he was mocked. Please do read Matthew chapter 27 also, yeah, and those of you who are interested, you can read from the other gospels also, but at least finish till Matthew 27. അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് അന്യായമായിട്ടുള്ള വിചാരണയിൽ കൂടെയും നിന്ദയിൽ കൂടെ ഒക്കെ യേശു ക്രിസ്തു കടന്നുപോയ ആ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം തീർച്ചയായിട്ടും വായിച്ചിട്ട് വരണം. And those of you who are interested, you can read from the other gospels also. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും ഇതേ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് വരാവുന്നതാണ്.